നമസ്കാരം, എല്ലാവർക്കും കുക്ക് ആൻഡ് ബേക്കിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബീഫ് ലിവർ കൊണ്ട് ഒരു കറിയാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് ലിവർ നല്ല ടേസ്റ്റി ആയിട്ട് കറി വയ്ക്കുന്നതെന്ന് കാണാം. ഇതിനായി ഞാനിവിടെ 1 കിലോ ബീഫ് ലിവറാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്താണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തവി കൊണ്ടോ കൈ കൊണ്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ലിവറിലേക്ക് നല്ലപോലെ പിടിക്കും വിധം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. വെള്ളമൊന്നും ചേർക്കരുത്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മതിയാകും. ഗ്രേവിക്ക് വേണ്ടി ഞാനിവിടെ 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. 10-30 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിയും സവാളയും തൊലിയും എല്ലാം കളഞ്ഞ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഉള്ളി അരിയുന്ന സമയത്ത് നമ്മളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് അതൊരു പരിധിവരെ ഉണ്ടാകില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിവിടെ വലിയ കഷ്ണം ഒരു ഇഞ്ചിയാണ് എടുത്തത്. അത്രയും വേണ്ട, നമുക്ക് അതിൻ്റെ പകുതി മതി. അതിൻ്റെ ഒരു ഭാഗം ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മുടെ വീഡിയോയുടെ കുറച്ച് ഭാഗം കട്ടായി പോയി, ക്ഷമിക്കണം. ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ല ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. നല്ലപോലെ ഒന്ന് വഴന്ന് വന്നാൽ മതി, ഗോൾഡൻ നിറമാകണ്ട. വെളുത്തുള്ളി മുരിഞ്ഞതിൻ്റെയും ഉള്ളിയുടെയൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് നമുക്ക് ഈ ഒരു ടൈമിൽ കിട്ടും. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഗോൾഡൻ നിറമാകുന്ന വരെ വഴറ്റി കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, നമ്മളുടെ ചട്ടി പുകയരുത്. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ലിവർ വേവിച്ച ടൈമിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സവാളയ്ക്ക് വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അധികമായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സവാളയുടെ നിറമെല്ലാം ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മൾ ചെറുതീയിൽ തന്നെ വെച്ച് ഒരു ഗോൾഡൻ നിറമാകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കണം. സവാള ഒത്തിരി മൊരിഞ്ഞു പോകുകയും ചെയ്യരുത്. ഈ ഒരു സ്റ്റേജ് മതി. ഈ ഒരു ടൈമിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം നല്ലപോലെ മാറി കിട്ടണം. അതുപോലെ തന്നെ പൊടികളെല്ലാം നല്ലപോലെ മൊരിഞ്ഞു വരണം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അത് തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് മീറ്റ് മസാലയൊന്നും ചേർക്കുന്നില്ല, ഗരം മസാല മാത്രം ചേർക്കുന്നുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒട്ടും തന്നെ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ലിവറിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിരിക്കുന്നതാണിത്. ഇതിനി നല്ലപോലെ തിളച്ച് കുറുകി കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി. ഇതിലിനിയും അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത് നല്ലപോലെ കറി കുറുകിയതിന് ശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത്
കൊടുത്താൽ മതിയാകും. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി ടൈം തിളപ്പിച്ച് വെള്ളം വറ്റിച്ച് കളയരുത്. അവസാനമായിട്ട് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അവസാനം ഈ ചേർക്കുന്ന കുരുമുളക് പൊടി ഒരു അസാധ്യ ടേസ്റ്റാണ് നമ്മളുടെ ഈ കറിക്ക് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആയാലും നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ ആയാലും കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തേരെ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.